ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികൾ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പുണ്യമാക്കപ്പെട്ട റജബ് മാസം അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മാസമാണ്. റജബ് മാസത്തിൽ ധാരാളം പുണ്യകർമ്മങ്ങളുണ്ട്. പക്ഷേ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന അമലിന്റെ ഒരു പ്രധാന തലമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അത് സംബന്ധമായിട്ടൊരു അല്പം പറയാൻ ആഗ്രഹിക്കാണ്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. മഹാനായ ഇമാം ഇബ്നു ഇസാഖ് അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമിൽ, അതുപോലെ ധാരാളം മുഹദ്ദിസീങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബിനെയും ശഅബാനിനെയും റമദാനിനെയും ഒരുമിച്ച് പറയുന്ന ഒരു ഹദീസ്. അവിടുന്ന് പറഞ്ഞത് റജബുൻ ഷഹ്റുല്ലാഹ് വ ശഅബാനു ശഹ്രി വ റമദാനു ശഹ്റു ഉമ്മത്തി. നമ്മൾ ധാരാളം കേട്ടതാണ് ഈ ഹദീസ്. ആദ്യത്തെ വാചകം പോലും റജബുൻ ഷഹ്റുല്ലാഹ് എന്നാണ്. റജബ് അള്ളാഹുവിന്റെ മാസം എന്നാ പറഞ്ഞത്. അള്ളാഹുവിന്റെ മാസം എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തി ഈ മാസത്തെ കുറിച്ച് പ്രഖ്യാപിക്കുമ്പോ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന ഏതിനും ഒരു പ്രത്യേക മഹത്വം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. മഹാനായ ഇമാം ഇബ്നു കസീർ പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് സൂറത്തുൽ ഇസ്രാഇന്റെ മുഖവുരയിൽ തന്നെ പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അള്ളാഹുവിലേക്ക് ചേർത്ത് അബ്ദ് എന്ന പ്രയോഗത്തെ കൊണ്ടുവരിക വഴി ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രയോഗത്തിലൂടെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ നബിയോടുള്ള ഒരു സ്നേഹം, അള്ളാഹുവുമായുള്ള ഒരു അടുപ്പം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന ആ പ്രയോഗങ്ങളിൽ ഉണ്ട് എന്ന് പൊതുവെ ആ പ്രയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റജബുൻ ഷഹ്റുല്ലാഹ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയപ്പെട്ടിട്ടുള്ളതായ ആ പ്രയോഗത്തിൽ എത്രമാത്രം റജബിന്റെ മഹത്വത്തെ ഇനി പറയേണ്ടതില്ലല്ലോ. അത്രയും അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് അതിന്റെ സവിശേഷതയെ അറിയിക്കുകയാണ്. ആ ചേർക്കൽ, ആ ഇലാഫത്ത്, അള്ളാഹുവിലേക്ക് ചേർക്കൽ, ആ അവതരണം ഒരിടത്തല്ല പലയിടങ്ങളിൽ കാണാൻ കഴിയും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസാണ് ഷഹ്റുല്ലാഹിൽ അസ്സമ്മ് എന്ന പ്രയോഗം. നിശബ്ദതയുടെയും അച്ചടക്കത്തിന്റെയും മാസം ഷഹ്റുല്ലാഹ്, അള്ളാന്റെ മാസം എന്ന്. അപ്പൊ ഷഹ്റുല്ലാഹ് എന്ന റജബിനെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയാ എന്നത് ഇവിടെ നമുക്ക് തരുന്ന ഒരു വലിയ ധ്വനി ഉണ്ട്. അള്ളാഹുവിലേക്ക് ചേരാനുള്ള അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ തേടുക എന്നതാണ് ആ ധ്വനി, ആ ഒരു സന്ദേശം. അതാണ് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട മാസം, അള്ളാഹുവിലേക്ക് ചേരാനുള്ള പ്രചോദനവും പ്രേരണയും ആവേശവും തരുന്ന മാസം. ഈ അർത്ഥത്തിൽ അതിന്റെ പദഘടന പോലും നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്ന ആ വലിയ ആശയം, അള്ളാഹുവിലേക്ക് ചേരാൻ പറഞ്ഞ സ്വഭാവങ്ങളെ, അള്ളാഹുവിലേക്ക് ചേരാൻ പറഞ്ഞ സംസ്കാരങ്ങളെ, അള്ളാഹുവിലേക്ക് വേഗത്തിൽ ചേർന്ന് കിട്ടാൻ നാം ചെയ്യേണ്ട അമലുകളെ ഒന്ന് ഓർത്തു വെക്കാൻ ഈ പ്രയോഗം തന്നെ നമ്മുടെ മുന്നിൽ വലിയൊരു ആശയം വിഭാവനം ചെയ്യുന്നുണ്ട്. അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ചേരാൻ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസ്കാരത്തിലും സാരമായ മാറ്റം വരുത്താൻ നാം ഓരോരുത്തരും തയ്യാറാവണം എന്നതാണല്ലോ ഈ പറഞ്ഞത്. അങ്ങനെ വേറൊരു ഹദീസ് അതിനോട് ചേർത്ത് പറയാം. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു ഹദീസുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവങ്ങൾ, സൃഷ്ടികൾക്ക് പലപ്പോഴും അനുകരിക്കാൻ പറ്റുന്ന പല സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണേ, നിങ്ങളുടെ സ്വഭാവമാക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞത്
ഒരു സൃഷ്ടിക്ക് അനുകരിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ പറഞ്ഞത് ഒരുപാടുണ്ട്. സ്നേഹം, കരുണ, അങ്ങനെ തുടങ്ങി വാത്സല്യം, അള്ളാഹുവിനെ അനുകരിക്കാൻ പറ്റിയ സൃഷ്ടിക്ക് സൃഷ്ടിയുടെ പരിധിയിൽ നിന്ന് കഴിയുന്ന ധാരാളം സ്വഭാവങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരുണ്യം, അലിവ്, ആർദ്രത, സഹാനുഭൂതി. ഇതൊക്കെ നമുക്ക് പ്രായോഗികമാക്കാൻ, നമുക്ക് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ റജബ് ഒരു സന്ദർഭമാണ്, റജബ് ഒരു അവസരമാണ് എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റജബ് മാസത്തെ കുറിച്ച് മഹാന്മാർ വിലയിരുത്തിയതും അങ്ങനെ തന്നെയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ വിഷയമായി നമ്മുടെ മുന്നിൽ പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ഹദീസ് മഹാനായ ഇമാം അബൂ താഹിർ അഹ്മദ് ബിൻ മുഹമ്മദ് അസ്-സലഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഅ്ജമുസ് സഫറിൽ ആ ഹദീസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ മഹാനായ ഇമാം, ലോക ഹദീസ് പണ്ഡിതൻ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങളുടെ തബീയുനുൽ അജബ് ബിമാ വറദ ഫീ ഫളലി റജബ് എന്ന് പറയുന്ന കിതാബിലും ഈ ഹദീസ് നമുക്ക് കാണാൻ. ഏതാണ് ഹദീസ്? റജബിന്റെ ഒരു വലിയ സന്ദേശം. റജബ് കരുണയും ആർദ്രതയും സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ വിഭാവനം ചെയ്യുന്നു എന്ന് പറയുന്ന ആ സന്ദേശത്തിന് ഉപോത്ബലകമായ പുണ്യമാക്കപ്പെട്ട ഹദീസ്. അൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി പഠിപ്പിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഫറജ മുഅ്മിനിൻ ഖുർബതൻ ഫീ റജബ് വഹുവ ശഹറുല്ലാഹിൽ അസ്ം. ഓഹ്, എന്തൊരു പ്രയോഗമായി പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ പറയാ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു പ്രയാസത്തെ ആരെങ്കിലും നീക്കിക്കൊടുത്താൽ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിഷമങ്ങളെ ആരെങ്കിലും വിശാലമാക്കി കൊടുത്താൽ, ആ വിഷമങ്ങളിൽ അവന് വിശാലത ചെയ്ത് ആശ്വാസം പകർന്നാൽ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രയാസത്തിൽ ആരെങ്കിലും ആശ്വാസം പകർന്നാൽ, എപ്പോഴാ? ഫീ റജബിൻ, റജബ് മാസം വന്നപ്പോ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പറഞ്ഞത് സക്കാത്ത് വരുമ്പോൾ സക്കാത്ത് കൊടുക്കണം. എന്തുകൊണ്ട്? സക്കാത്ത് സ്വീകരിക്കുന്ന ആൾക്ക് സക്കാത്തിന്റെ മുതൽ കിട്ടുക എന്നത് ഒരു ആശ്വാസമാണ്. റജബ് വരുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ ആരെങ്കിലും വിഷമങ്ങളിൽ ആശ്വാസം പകർന്നാൽ, ഏത് റജബ്? വഹുവ ശഹറുല്ലാഹിൽ അസ്ം, അല്ലാഹുവിന്റെ മാസം, നിശബ്ദതയുടെ അച്ചടക്കത്തിന്റെ മാസം. അങ്ങനെയാ ഹബീബ് പറഞ്ഞു. അല്ലാഹുവിന്റെ മാസം, നിശബ്ദതയുടെ അച്ചടക്കത്തിന്റെ മാസം. ആരെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രയാസങ്ങളിൽ ആശ്വാസം പകർന്നാൽ, അഅതാഹു അല്ലാഹു തആല ഫിൽ ഫിർദൗസി ഖസ്റാ, ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു അതിന്റെ പേരിൽ ഒരു കൊട്ടാരം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല പറഞ്ഞത്. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു കൊട്ടാരം കിട്ടും. റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു സത്യവിശ്വാസിയുടെ വിഷമങ്ങളിൽ ആശ്വാസം കൊടുത്താൽ, ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത മുദ്ദബസുരിഹി, ആ കൊട്ടാരം കിട്ടുന്നവൻ നോക്കിയാൽ അവന്റെ കണ്ണ് എത്തൂല, അത്ര വലിയ വിശാലമായ നീളവും വീതിയുമുള്ള വലിയ കൊട്ടാരം അല്ലാഹു കൊടുക്കും. ആർക്കാണ്? റജബിൽ ഒരു സത്യവിശ്വാസിക്ക് ആശ്വാസം പകർന്നവനെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയട്ടെ, ഹദീസ് കേട്ടോളൂ. അക്രിമൂ റജബ യുക്രിംകുമുല്ലാഹു തആല ബിഅൽഫി കറാമാ. ഒരു വട്ടം നിങ്ങൾ റജബിനെ ആദരിച്ചാൽ അല്ലാഹു നിങ്ങൾ 1000 വട്ടം ആദരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ. ഒരു വട്ടം നിങ്ങൾ റജബിനെ ആദരിച്ചാൽ അല്ലാഹു നിങ്ങളെ 1000 വട്ടം ആദരിക്കും എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളതായ സേവനങ്ങൾ, ഇതൊക്കെ റജബിലാവാം. സേവന വിരുദ്ധൻ മതത്തിന്റെ പുറത്താണെന്ന് പരിശുദ്ധ ഖുർആൻ. ചില ആൾക്കാരുണ്ട്, ഒരു ഉപകാരം അവർ ജനങ്ങൾക്ക് ചെയ്യും. ചില വഴി പ്രശ്നങ്ങളും ചില തർക്കങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് മധ്യസ്ഥൊക്കെ പറയുന്ന നേരത്തെ ചില മനുഷ്യന്മാരങ്ങനെ കണ്ട അത്ഭുതപ്പെട്ടു. എന്തുട്ടും മനുഷ്യനാണ് ഇങ്ങേരുന്ന് ഓർത്തു. കല്ലാണ് നെഞ്ചിലെന്നൊക്കെ പറയുന്ന പാട്ടുപോലെ ഹൃദയം കല്ലായി പോയ കുറെ ആളുകൾ. ഒരു സേവന ബോധവും
കേട്ടോളൂ, സേവന വിരുദ്ധൻ മതനിഷേധി എന്ന് ഖുർആൻ അങ്ങനെ പറഞ്ഞു. റജബ് ഇതിൽ നിന്ന് ഒരു മനുഷ്യനെ സംസ്കരിക്കുക. റജബ് ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ സംസ്കരിക്കുന്നു. കാരണം ഇത് അള്ളാന്റെ മാസാണ്. സേവന വിരുദ്ധൻ മതനിഷേധി എന്ന് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. ഇതിന്റെ അപ്പുറത്തേക്ക് ഞോദണ്ട, ഇത്രയും മതി. സേവന വിരുദ്ധൻ മതനിഷേധി. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതനിഷേധിയെ അറിയുമോ നബിയെ? ആരാണ് മതനിഷേധി എന്ന് അറിയൂ? രസമതല്ല ഈ ആയത്ത് അവതരിക്കുന്ന അബൂജഹലിന്റെ വിഷയത്തിൽ. അബൂജഹലിന്റെ വിഷയത്തിൽ പറയപ്പെട്ട ആയത്ത് ലോകത്തോട് പറഞ്ഞത് സേവന വിരുദ്ധൻ മതത്തിന്റെ പുറത്തുനിന്ന് അബൂജഹലാണെന്നാ പറഞ്ഞത്. ആരാണ് മതനിഷേധി എന്നറിയുമോ? ഫദാലികല്ലദീ യദ്ഉൽ യതീം. അനാഥകളെ കൈയൊഴിയുന്നവൻ മതത്തിന്റെ പുറത്താ നബിയേ. അനാഥകളെ കൈയൊഴിയുന്നവൻ മതത്തിന്റെ പുറത്താ. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ തയ്യാറല്ല, അവന്റെ കയ്യിലുണ്ട്. പാവപ്പെട്ടവന് കൊടുക്കാൻ, തിന്നാൻ കൊടുക്കാൻ അവന്റെ കയ്യിലുണ്ട്. അത് മറ്റുള്ളവർ ചെയ്യുന്നോടത്ത് നിരുത്സാഹകരമായ രീതിയിലുള്ള ഇടപെടലും അവൻ നടത്തുന്നുണ്ട്. മറ്റുള്ളവരോട് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയുമില്ല, സ്വയം കൊടുക്കുകയില്ല. അവൻ മതനിഷേധിയ മതത്തിന്റെ പുറത്താണ്. ഈ ആയത്ത് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇമാം ഖുർത്തുബി കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം കേട്ടോളൂ. ഈ ആയത്തിന് മഹാനായ ഇമാം ഖുർത്തുബി കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനം പരിശുദ്ധമായ ഖുർആനിൽ കാണാം. പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്തിന് മഹാനായ ഇമാം ഖുർത്തുബി കൊടുത്ത വ്യാഖ്യാനം ഒരു വലിയ ലുബ്ധന പറഞ്ഞുകൊണ്ട്, വലിയൊരു ലുബ്ധൻ. മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവം ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന നന്ദികേട് മനുഷ്യന്റെ സ്വഭാവം. കേട്ടോളൂ, ഇമാം ഖുർത്തുബി കൊടുക്കുന്ന വ്യാഖ്യാനത്തിൽ ഒരു ഹദീസ് കാണാം. അന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉനബ്ബിഉകും ബിസ്സിറാരിക്കും. ഉണ്ണി നബി പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിർഗുണനായ മനുഷ്യൻ. നിർഗുണൻ, ആരാൾക്കൊരു ഗുണവും ചെയ്യില്ലാത്ത, ഒരു ഉപകാരമില്ലാത്ത, ഒരു വൃത്തികെട്ട മനുഷ്യൻ ആരാണെന്നറിയൂ? നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നിർഗുണനാരാണെന്നറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞാലും നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, 3 ഗുണങ്ങളാണ് അവനിൽ കാണാ. ഒരു നിർഗുണനാണോ? 3 കാര്യങ്ങൾ അവനിൽ കാണാം. മൻ നസല വഹദാ വമനഅ റഫദാ വജലദ അബ്ദാ. ഈ 3 ഗുണം അല്ലാഹു ആ 3 അവസ്ഥകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കട്ടെ. അവൻ ഒറ്റക്ക് വിരുന്ന് ഒരുക്കുന്നവൻ, ഒരാൾക്കും കൊടുക്കൂല. ഒറ്റക്ക് വിരുന്ന് ഒരുക്കുന്നവൻ. രണ്ടാമത്തവന്റെ ഗുണം അവന്റെ പിന്തുണയെ അവൻ തടഞ്ഞു വെക്കുന്നവൻ. അവന്റെ ഒരു പിന്തുണയും ഒരു നന്മയിൽ ഉണ്ടാവില്ല. എല്ലാരും കൂടിയിട്ട് റോഡിന്റെ പ്രശ്നം തീർക്കാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ചാരിറ്റി എന്ന് വെച്ചോ, മൂപ്പര് കൂടൂല, മൂപ്പരോട് ഒഴിഞ്ഞു മാറി. അവന്റെ പിന്തുണയെ പിൻവലിക്കുന്നവൻ. അവന്റെ ശമ്പളക്കാരനെ ചാട്ടവാറിനടിക്കുന്നവൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് 1000 രൂപയുടെ പണി അവൻ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ 2000ന്റെ പണി എടുപ്പിക്കും. അങ്ങനെ ഉള്ളവരെ പറ്റി പറഞ്ഞു. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീമ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ഈ ഒരു മാനസിക അവസ്ഥ എന്നൊരു മനുഷ്യനെ സംസ്കരിച്ച് പുറത്തു കൊണ്ടുവരുന്നതിനുള്ള കാലയളവിന് അള്ളാന്റെ ഹബീബ് പറഞ്ഞ പേരാണ് റജബ്. റജബുൻ ശഹ്റുല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
കേട്ടോളൂ, ഒരു ഹദീസ് പറയാം. പുണ്യ റജബിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ 6 നന്മകൾ. ഒരു ഹദീസാണത്. ഈ 6 നന്മകൾ കൊണ്ടൊരാൾ കോടിക്കണക്കിന് രൂപ സദഖ ചെയ്ത പ്രതിഫലമാണ് കരസ്ഥമാക്കുക. 6 സദഖ, കോടിക്കണക്കിന് രൂപ സദഖ ചെയ്താൽ കിട്ടുന്ന കൂലിയ ഈ പുണ്യ റജബിൽ ഈ 6 കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്ക് കിട്ടാ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന, എന്നാൽ നമ്മളാരും ഇതിന്റെ വലിപ്പം അറിഞ്ഞിട്ടില്ല 6 നന്മകൾ റസൂലുള്ള പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേഗം പറയാം. പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. عن نبي ذر رضي الله عنه قال قال رسول الله صلى الله عليه وسلم. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഹദീസ് പറയുന്നുണ്ട്, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖാ. നീ നിന്റെ സഹോദരന്റെ നേരെ സ്നേഹത്തോടെ, ആർദ്രതയോടെ, അലിവോടെ ഒന്ന് പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരിക്ക് സദഖ എന്ന പരിഗണന അല്ലാഹു നൽകും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരനോട് തൊട്ടാൽ ഒന്ന് പറയുന്ന സഹോദരി പുഞ്ചിരിക്കണ്ട കേട്ടോ, അതല്ല ഈ പറഞ്ഞത്. പരസ്പരം കാണലും കൂടലും സംസാരിക്കലൊക്കെ അനുവദനീയമായിട്ടുള്ള ആളുകൾ ഇവിടെ മതം പറഞ്ഞിട്ടില്ല കേട്ടോ. സ്നേഹത്തിന്റെ ഒരു ചിരിയുണ്ട്. പള്ളിയിൽ ഒരാൾ ഒരു പിരിവെടുക്കാൻ വന്നു, അങ്ങനെ വെക്കാം. എല്ലാരും കയ്യിലുള്ളത് കൊടുക്കണ്ട്. എന്റെ കയ്യിലൊന്നുമില്ലേ, എന്റെ കയ്യിലൊന്നുമില്ല എന്നുള്ളത് സ്വാഭാവികമായി യാദൃച്ഛികമായിട്ട് സംഭവിച്ചു പോയത്. അല്ലാതെ ഞാൻ എന്റെ കയ്യിലൊന്നും ഇല്ലാത്തവനാവാൻ മനഃപൂർവ്വം വന്നവനല്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ പോക്കറ്റില്ലാത്ത ബനീൻ ഇട്ടിട്ട് വരാറുണ്ട്. ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. എന്താ പോക്കറ്റ് ഉണ്ടായ പോക്കറ്റിൽ എന്തിലിടണം? ഇട്ടാൽ ആരെങ്കിലും വന്ന് ചോദിച്ചോ കൊടുക്കണം. അങ്ങനെ പേഴ്സ് എടുത്തില്ല എന്ന് പറയണെങ്കിൽ പോക്കറ്റില്ലാത്ത വേണമല്ലോ. അങ്ങനെയല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ ഇല്ല, പക്ഷെ കൊടുക്കണം, ഉണ്ടായാൽ ഞാൻ കൊടുക്കും, അങ്ങനെ ഒരു മനസ്സുണ്ടെന്ന് വെച്ചോ. പക്ഷേ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് ഒരു ദാക്ഷിണ്യം തോന്നി, നമ്മുടെ മനസ്സിൽ ഒരു ആർദ്രത രൂപപ്പെട്ടു, ഒരു അലിവ് തോന്നി, നമ്മുടെ മുന്നിൽ ഇല്ല എന്ന് പറഞ്ഞ് കൈ നീട്ടിയവനോടൊരു സ്നേഹം തോന്നി. ഒന്ന് പുഞ്ചിരിച്ചോളൂ, സ്വതക്കയാ. അവിടെ സ്വതക്ക കൊടുക്കണ്ട. റജബിൽ ചെയ്യാവുന്ന അമലത്. നീ സ്വതക്കക്ക് വേണ്ടി കൈ നീട്ടാത്തവന്റെ നേരെയും കണ്ടപ്പോ ഒരു പരിചയം, ഒരു സ്നേഹം, അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ഒരു പുഞ്ചിരി. ഇത് വീട്ടിലും ചെയ്യാട്ടോ. ഇത് പുറത്ത് തന്നെ വേണമെന്നില്ല. ഇത് വീട്ടിലുള്ളവരോടാവാം, ഇത് മക്കളോടാവാം, ഇത് ഭാര്യയോടാവാം, ഇത് ഭർത്താവിനോടാവാം. കോടിക്കണക്കിന് ഉറപ്പിക സദഖ ചെയ്താൽ കിട്ടുന്ന കൂലി ഇതിൽ നിന്ന് നമുക്ക് നേടാം. പുണ്യ റജബല്ലേ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ അമല് വഅംറുക ബിൽ മഅറൂഫി വനഹിയുക അനിൽ മുൻകരി സദഖ. നന്മ കൽപ്പിക്കുന്നിടത്ത് കൽപ്പിക്കാനുള്ള യോഗ്യത വേണമെന്നത് അതിന്റെ ഒരു ആത്മീയ വശമാണ്. അങ്ങനെയുണ്ട്. നന്മ കൽപ്പിക്കുമ്പോൾ അത് കൽപ്പിക്കാനുള്ള യോഗ്യത, കാരണം ആ നന്മ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. അങ്ങനെ നന്മ കൽപ്പിക്കുകയും ഒരു മോശമായ കാര്യം ചെയ്യാൻ പോകുന്ന ആൾ അതിൽ നിന്നും തടഞ്ഞു നിർത്താൻ വാക്കാലോ പ്രവൃത്തിയാലോ ഉപദേശത്താലോ സ്വാധീനത്താലോ സമ്പത്തിനാലോ ഒക്കെ തടഞ്ഞു നിർത്താൻ കഴിയാം. അങ്ങനെ ചെയ്താലും കോടിക്കണക്കിന് രൂപ സദഖ ചെയ്ത കൂലി നിനക്ക് അല്ലാഹു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ നന്മ വഇർശാദുക റജുല ഫീ അർളിൽ ളലാലി ലക സദഖ. ഒരാള് വഴി ചോദിച്ചു വന്നു, നീ റോഡ് സൈഡിൽ നിൽക്ക. അപ്പൊ ചോദിച്ചു, ഒരാൾ ചോദിച്ചു, അല്ല സുഹൃത്തെ, എന്നാൽ എന്നെ ടൗണിലേക്ക് പോണം, വഴി തെറ്റി വന്ന എന്താ ചെയ്യാ? വഴി ചോദിച്ച പലരും നമ്മെ സമീപിക്കാറുണ്ട്. ആ മനുഷ്യൻ എത്തേണ്ടിടത്ത് എത്തിക്ക എന്നത് നമുക്ക് ബാധ്യതയാണ്. അങ്ങനെ ചെയ്യുന്നോടത്ത് കോടിക്കണക്കിന് രൂപ സ്വതഖ ചെയ്യുന്നതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തേത് വബസ്റുക ലിർറജുലി റദീഇ അൽ ബസ്റു ലക സദഖ. ഒരു പാവപ്പെട്ടവനെ കണ്ടു, ഒരു രോഗിയെ കണ്ടു, ഒരു സങ്കടമുള്ളവനെ കണ്ടു, ഒരു തകർന്നു പോയ മനുഷ്യനെ കണ്ടു. അല്ലാഹുവേ, അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ഒരാളെ കണ്ടോടത്ത് ആ കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്തി, പടച്ച റബ്ബേ, എന്താ ഞാൻ ഈ കാണുന്നത്? ഈ ഇങ്ങനെ ആയോ?
ഇദ്ദേഹം ഇങ്ങനെയോ? ഒരാളുടെ സങ്കടം അയാൾ തകർന്നു പോയിരിക്കുന്ന അവസ്ഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നോടത്ത് അയാളോട് അലിവിന്റെ നോട്ടം ഒരു നോട്ടമുണ്ട്, സ്നേഹത്തിന്റെ നോട്ടം ഒരു നോട്ടമുണ്ട്, ആർദ്രതയുടെ നോട്ടം ഒരു നോട്ടമുണ്ട്, സഹായത്തിന്റെ സഹാനുഭൂതിയുടെ ഒരു നോട്ടമുണ്ട്. അങ്ങനത്തെ നിന്റെ ഒരു സ്നേഹത്തിന്റെ നോട്ടം നീ ഒന്ന് നോക്കൽ പോലും കോടിക്കണക്കിന് രൂപ സ്വതക്ക ചെയ്യുന്നതിനപ്പുറമുള്ള കൂലി നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ലേ ഈ പറഞ്ഞത്. ഇതൊക്കെ റജബ് വരുമ്പോ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കേട്ടോളൂ. അഞ്ചാമത്തേത് വഴിയിലെ തടസ്സം മാറ്റ എന്നത്. അത് മുള്ള്, കല്ല്, മറ്റു മാർഗതടസ്സങ്ങൾ, അത് നീയാൽ നിർവഹിക്കുന്നത് നിനക്ക് സ്വതക്കയാ. ചില റോഡുകളിൽ വെള്ളം കെട്ടി അങ്ങനെ നിൽക്കും. ഒരു തൂമ്പ, ഒരു കൈക്കോട്ട് കൊണ്ടുവന്ന ഒരാൾക്കത് ഒരു 10 മിനിറ്റ് കൊണ്ട് വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. അത് നീ അങ്ങ് ചെയ്തോ, നിനക്ക് സ്വതക്ക എന്ന കൂലിയ. ഈമാൻ 70 ശാഖകളാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കുറഞ്ഞ ഈമാനുള്ളവനാണ് എങ്കിൽ അവൻ വഴിയിലെ തടസ്സം നീക്കിക്കളയും. ഈമാൻ 70 ശാഖയാ. അതിന്റെ ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും താഴെ നിൽക്കുന്നത് വഴിയിലെ തടസ്സം നീക്കല. അതിനർത്ഥം എന്താ? വഴിയിലെ തടസ്സം നീക്കുക എന്നത്, വഴിയിലെ തടസ്സം നീക്കുക എന്നത് ഏറ്റവും മിനിമം ഈമാൻ ഉണ്ടെങ്കിലേ ചെയ്യും. അപ്പൊ ഏറ്റവും മിനിമം ഈമാൻ നമുക്കില്ലേ? നമുക്കൊരു വഴിയിലെ തടസ്സം നീക്കാൻ കഴിയൂല. ഒരു ഏറ്റവും മിനിമം ഈമാൻ, ഏറ്റവും അടിത്തട്ടിലെ ഈമാൻ. ഇനി അതിന് താഴെ ഈമാൻ എന്നതിന് അടയാളം പറയാനില്ല. ഒരാൾക്ക് ആ ഒരു ഏറ്റവും ലോ ക്വാളിറ്റിയേ ഉള്ളൂ എങ്കിൽ ആ മനുഷ്യൻ വഴിയിലെ കല്ലും മുള്ളും തടസ്സങ്ങൾ മാറ്റിയിരിക്കും. എന്നിട്ടും നമ്മൾ മാറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിന്റെ താഴെ ഈമാൻ ഇല്ലാത്തവരെന്നതിനർത്ഥം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിലെ തടസ്സം നീക്കാം. ചില ആളുകളുണ്ട്, ഇത് പഠിച്ചു വെക്കണേ, മറ്റുള്ളവർക്ക് മാർഗതടസ്സമുണ്ടാക്കുന്ന രീതിയിൽ വാഹനങ്ങൾ കൊണ്ടുവന്ന് വഴിയിൽ പാർക്ക് ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവർക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ വഴിയോരത്ത് കൊണ്ടുവന്ന് വലിയ നീളമുള്ള കയറിൽ പശുവിനെ കെട്ടിയിടുന്നവരുണ്ട്. ഈമാൻ ഇല്ലെന്ന് അതിനർത്ഥം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ 70 ശാഖയാണ്. ഏറ്റവും മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും താഴെയിൽ ഇമാതത്തുൽ അദാ അനി ത്വരീഖ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹിന്റെ കിതാബിലുള്ള ഹദീസാണ്. ഏറ്റവും താഴെയുള്ള ഈമാൻ, ഈമാന്റെ ഏറ്റവും അടിത്തട്ട് എന്ന് പറയുന്നത് വഴിയിലെ തടസ്സം നീക്കല. അങ്ങനെയെങ്കിൽ അതിന് ഒരാൾ വിരുദ്ധനായാൽ ഈമാൻ ഇല്ലാത്തവൻ അതിനർത്ഥം. ഞാൻ എന്റെ വക ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി കേട്ടോളൂ. ആറാമത്തെ സദഖ, ആറാമത്തെ അമല്, കോടിക്കണക്കിന് രൂപ സദഖ ചെയ്താൽ കിട്ടുന്നതിനേക്കാളും വലിയ കൂലിയുള്ള അമല് ആറാമത്തേത് വൈഫറാഖുക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖ. നിന്റെ പാത്രത്തിൽ നിന്നും നിന്റെ സഹോദരന്റെ പാത്രത്തിലേക്ക് നീ ചൊരിഞ്ഞു കൊടുക്കുക എന്നത് നിനക്ക് സ്വതക്കയാ. പണ്ടൊക്കെ ഈ ടാപ്പ് വെള്ളം പിടിക്കാൻ വേണ്ടി, മുനിസിപ്പാലിറ്റിയുടെ ടാപ്പ് വെള്ളം പിടിക്കാൻ വേണ്ടി ടാപ്പിന്റെ ചോട്ടിൽ ആളുകൾ വന്നു. അപ്പൊ ഒരു അത്യാവശ്യക്കാരനുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പിടിച്ചു വെച്ച വെള്ളത്തിൽ നമ്മൾ എടുത്തു കൊടുക്കും. എനിക്ക് ഈ ഹദീസിന്റെ ആ വാചകം വായിക്കുമ്പോ ആ പഴയ കാലത്തെ ചില ഗ്രാമീണ ചുറ്റുപാടുകളും കാഴ്ചകളാണ് ഓർമ്മ വന്നത്. അങ്ങനെ അത് പറഞ്ഞു. അത് തന്നെ ആവണമെന്നില്ല. കല്യാണ വീട്ടിൽ ഇപ്പോൾ കാറ്ററിംഗിന്റെ വർക്കുകാരുണ്ട്. പണ്ടൊക്കെ അങ്ങനെ വിളമ്പി കൊടുക്കാൻ ആളുകളുണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സഹോദരിമാര് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ടല്ലോ. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒരാൾക്ക് ചൊരിഞ്ഞു കൊടുക്കുക എന്നത് നിനക്ക് സ്വതഖ എന്ന പ്രതിഫലം. കോടിക്കണക്കിന് രൂപ സ്വതഖ ചെയ്താൽ കിട്ടുന്ന കൂലി, അതിനപ്പുറമുള്ള കൂലി റജബിൽ നമുക്ക് സായത്തമാക്കി. ഈ 6 അമല് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചു തരട്ടെ. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങണം. ജനങ്ങളുമായി സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും ഭാവങ്ങൾ പങ്കുവെക്കണം. ഇസ്ലാം ഒരാളെ നിർബന്ധിക്കുക പുണ്യ റജബിൽ. അള്ളാഹുവിന്റെ സ്വഭാവം അത്. അള്ളാഹുവിന്റെ സൃഷ്ടിയോട് കരുണ കാണിക്കുന്നവനെ സൃഷ്ടിയോട് കാണിക്കണം എന്നായി പറഞ്ഞതിനർത്ഥം. ജനകീയനായ പ്രവാചകനെ കുറിച്ച് അവർ പരാതി പറഞ്ഞത്, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കുന്ന
അതെല്ലാ പ്രവാചകന്മാരുടെയും ഒരു നിബന്ധനയായിരുന്നു. വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന ഇല്ലാ ഇന്നഹും ലയകുലൂന അത്ത്വആം വയംശൂന ഫിൽ അസ്വാഖ്. എല്ലാ നബിമാരും ജനങ്ങളുടെ ഇടയിൽ അങ്ങാടിയിൽ ഇറങ്ങി നടക്കും. എന്തിനാ അങ്ങാടിയിൽ ഇറങ്ങി നടക്കുന്നത്? എല്ലാ പ്രശ്നങ്ങളും കാണാൻ കഴിയണം ഒരു നബിയാവണമെങ്കിൽ. അത് പ്രവാചകത്വത്തിന്റെ ഒരു നിബന്ധന പോലെ അള്ളാഹു വെച്ചു. മക്കയിലെ മുശ്രിക്കീങ്ങളൊക്കെ പറഞ്ഞിരുന്നെന്ന്, വഖാലൂ മാ ലിഹാദർ റസൂൽ യഅകുലു അത്ത്വആം വയംശീ ഫിൽ അസ്വാഖ്. എന്തുട്ട് റസൂലാണ് അങ്ങാടിയിൽ ഇറങ്ങി നടക്കും. സാധാരണക്കാരെ കഴിക്കുന്ന ഭക്ഷണം കഴിക്കും. അതൊന്നും ഒരു റസൂലിന് പറ്റിയ പണിയല്ല. ഒരു റസൂൽ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആവാൻ പാടില്ലെന്ന് അവര് വെച്ച നിബന്ധന അതാ. അള്ളാഹുവിന്റെ മറുപടി പറഞ്ഞു, ലോകത്ത് വന്നുപോയ സർവ്വ പ്രവാചക ശ്രേഷ്ഠരും ജനങ്ങളുടെ ഇടയിൽ അവരുടെ സാധാരണ ജീവിതത്തെ അറിഞ്ഞ് അതിന്റെ കൂടെ നിന്നവരാണ്. എന്ന് പരിശുദ്ധ ഖുർആൻ. നുബുവത്തിനു മുമ്പ് മുത്തുനബി അങ്ങനെയായിരുന്നല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹ ഈ സ്വഭാവമുള്ള നബിയെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയായിരുന്നു? സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് പറയുന്നതായി കാണാം. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നു, കല്ലാ വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ. ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാർ അള്ളാഹുവിന്റെ ഹബീബിനെ ചീത്ത പറയുമ്പോഴും കൈയൊഴിയുമ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, അള്ളാഹു ഒരിക്കലും അങ്ങയെ കൈവിടൂല നബിയേ, അള്ളാഹു ഒരിക്കലും കൈവിടൂല. അള്ളാഹുലേക്ക് ചേർന്ന ആളാണ്. ആ ചേരല് റജബില് നമുക്ക് കിട്ടണം. എങ്ങനെയാ അള്ളാഹുലേക്ക് ചേർന്നത്? അള്ളാഹുവിലേക്ക് അങ്ങ് ചേർന്നത് ഇന്നക ലതസിലുർ റഹിമാ, പിണങ്ങിപ്പോകുന്ന കൂട്ടുകുടുംബക്കാരെ ചേർത്ത് പിടിച്ച് കൂടപ്പിറപ്പിന്റെ സ്നേഹം കൊടുത്തവരാണ്. പിന്നെ എങ്ങനെയാ റജബിലാവാം? റജബിൽ നമുക്കിതാവാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വത്തഹ്മിലുൽ കല്ല, ഒരു പ്രയാസകരമായ അവസ്ഥ മുന്നിൽ കാണുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി അത് തനിയെ ഏറ്റെടുക്കുന്നവരാ അങ്ങ്. പോരാ നബിയേ, വതക്സിബുൽ മഅദൂം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നിലവിൽ ഒരു നാട്ടിൽ ഇല്ലെങ്കിൽ, ഒരു ഇടത്തിൽ ഇല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ മുന്നിൽ നിൽക്കുന്നവരാ അങ്ങ് നബിയേ. ഇല്ലാത്തൊരു കാര്യം ഉപകാരപ്രദമായത് അത് ഇനി ഉണ്ടാവണമെങ്കിൽ അത് ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന് പ്രയത്നിക്കുന്നവരാണ്. മാത്രവുമല്ല ഒരു അതിഥി വന്നാൽ ആ അതിഥിയോട് മാന്യമായി പെരുമാറുന്ന വലിയ ഉദാരമായ മനസ്സുള്ളവരാങ്. ഏതെങ്കിലും ഒരാള് ഒരു നന്മ ചെയ്യുന്നു, ഒരു ഹക്കായ കാര്യം ചെയ്യുന്നു എന്ന് കണ്ടാൽ അവനെ പോയി സഹായിക്കുന്നവരാണ് അങ്ങ്. പിന്നെ എങ്ങനെയാ അങ്ങയെ അള്ളാഹു കൈവിടാം? അള്ളാഹിന്റെ സ്വഭാവമല്ലേ ഇത്? അള്ളാഹുവിന്റെ സ്വഭാവം അങ്ങ് അനുകരിക്ക വഴി അള്ളാഹുവിലേക്ക് ചേർന്നവരാ. പിന്നെ എങ്ങനെയാ അങ്ങയെ അള്ളാഹു കൈയൊഴിയൂല നബിയെ എന്ന് മഹ്ദിയായ ഖദീജ റളിയല്ലാഹു അൻഹ പുണ്യ നബിയെ അങ്ങനെയാ പറഞ്ഞത്. അള്ളാന്റെ അമ്പിയാക്കൾ മുഴുവനും ഈ സ്വഭാവം സ്വായത്തമാക്കിയത് നമുക്ക് പരിശീലിക്കാനുള്ളതായ ഒരു അവസര. റജബ് ഈസ നബിയെ കുറിച്ച് പറഞ്ഞത് എന്താ? ഖുർആൻ വലിയൊരു പരോപകാരിയായിരുന്നു, വലിയൊരു പരോപകാരി. കേട്ടോളൂ, വജഅലനി മുബാറക ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. സൂറത്ത് മറിയം. തൊട്ടിലിൽ കിടന്നുകൊണ്ട് കുഞ്ഞ് പറഞ്ഞതായത്. ഏത് കുഞ്ഞ്? ആരാണ് ആ കുഞ്ഞ്? മഹാനായ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാം. ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ ജൗസിയെ പോലെയുള്ളവരൊക്കെ ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം കേട്ടോളൂ. തഫ്സീറുൽ ബഹറുൽ മദീദ് ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം വജഅലനി നബിയ വജഅലനി മുബാറകായി നഫഅൻ ലിന്നാസ് മുഅല്ലിമൽ ലിൽ ഖൈർ. ജനങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം
ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ആരെല്ലാം ഒരു പരോപകാരിയായിരുന്നോ അതിനേക്കാളും ഏറ്റവും വലിയ പരോപകാരിയായി മതത്തിനപ്പുറം ജനങ്ങൾക്ക് സേവനം ചെയ്തവരായിരുന്നു സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. യഥാർത്ഥത്തിൽ ഒരു ജനനായകനാണ് ഈ സേവകൻ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ അംഗീകരിക്കുക. മരിക്കാൻ നേരം അങ്ങേരെ പറ്റി നല്ലത് പറയാള്. ഒരു റജബ് വന്നിട്ട് കിട്ടേണ്ടത് ഇങ്ങനെയുള്ള അമല. ആരും ശ്രദ്ധിക്കാറില്ല. റജബ് നമ്മുടെ മുന്നിൽ തരുന്ന സന്ദേശം അതാ. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനും ഹദീസും ഒരു മനുഷ്യനെ സംസ്കരിക്കുന്നിടത്ത് പരമാവധി ഇടപെടുന്ന എല്ലാ തത്വങ്ങളും, ആർദ്രത, സ്നേഹം, അതുപോലെ തന്നെ വിശാല മനസ്സ്, സഹാനുഭൂതി, സഹായം, എല്ലാം റജബിൽ ഇടപെട്ടുകൊണ്ടൊരു മനുഷ്യനെ മനസ്സിന്റെ കറകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അവന്റെ ഹൃദയത്തിലേക്ക് ഈമാന്റെ വെളിച്ചം കയറ്റി കൊടുക്കാം. അപ്പൊ ഷഅബാന് ഷഹരി, പിന്നെ ഹബീബിനോടുള്ള മഹബത്ത് ഷഅബാനിലും വന്നങ്ങോട്ട് കയറാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ റമദാനിലേക്ക് വളരെ എല്ലാ പാച്ച് വർക്കും ബോഡി വർക്കും എല്ലാ വർക്ക് ഷോപ്പിലെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് നിലത്തിലേക്ക് ഇറക്കാൻ പോവാ. റമദാനിൽ കംപ്ലൈന്റ് പറ്റി കയറിയിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ റമദാനിൽ ഡാമേജ് ആവാൻ പറ്റില്ല. ആത്മീയമായ എല്ലാ പരിക്കുകളും പരിഹരിച്ചുകൊണ്ട് റമദാനിലേക്ക് ഇവനങ്ങോട്ട് ഇറക്കി വിടാണ് അല്ലാഹു. അതിനുവേണ്ടിയുള്ള പരിശീലന കളരി 30 ദിവസത്തെ അരങ്ങേറ്റത്തിന് വേണ്ടി 60 ദിവസത്തെ പരിശീലനം കൊടുത്തിരിക്കുക. റജബ് കിട്ടണം, കിട്ടിയേ പറ്റൂ. റജബ് അല്ലെങ്കിൽ നഷ്ടമാ. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തില്ലെങ്കിൽ റജബ് നഷ്ടമാ. എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ല. നല്ല മനസ്സോടുകൂടെ ഇറങ്ങും. എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. റജബിലെ ഇബാദത്തുകൾ മുഴുവൻ സ്വീകരിക്കാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്ക തമ്പുരാനേ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചു. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇതിൽ പങ്കെടുക്കുന്നവർ, അല്ലാഹുവേ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ കിഡ്നി സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്ന എറണാകുളം കലൂരുള്ള ഒരു സഹോദരന് വേണ്ടി അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അടുത്ത ദിവസങ്ങളിൽ സർജറി വേണം. ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്, കിടക്കാൻ കിടപ്പാടമില്ല, 7000 രൂപ വാടക കൊടുക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു. അല്ലാഹുവേ ആ ട്രീറ്റ്മെന്റ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് അല്ലാ, അതിലൊരു ആശ്വാസം കൊടുക്കണേ തമ്പുരാനെ. രോഗങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹുവേ ഒരുപാട് ആളുകൾ വിദേശത്തുള്ളവർ, ജോലി തേടുന്നവർ, അതുപോലെ നാട്ടിൽ ജോലി തേടുന്നവർ പലരും ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ ഖൈറായ ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാ, ഖൈറായ ജോലി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിലും കുടുംബക്കാരിലും നീ ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. വിവാഹ പ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ വേഗത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ പൈശാചിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. റഹ്മാനായ തമ്പുരാനെ പൈശാചിക പ്രയാസം അനുഭവിക്കുന്ന കൊച്ചുമക്കൾക്ക് പോലും ദുആ ചെയ്യാൻ. അല്ലാ നിന്റെ അടുക്കൽ പരിഹാരമില്ലാത്ത പ്രയാസങ്ങളൊന്നും നീ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ലല്ലോ റഹ്മാനെ.
അല്ലാഹുവേ നിന്റെ കാരുണ്യം വിശാലമല്ലേ അല്ലാ. പുണ്യമാക്കപ്പെട്ട റജബിന്റെ ബറക്കത്ത് കൊണ്ട്, അനുഗ്രഹീതമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്നുണ്ടല്ലോ തമ്പുരാനെ. പ്രിയപ്പെട്ട ഒരു സഹോദരി പ്രത്യേകം ഒരു കുഞ്ഞുമോൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ഗർഭാവസ്ഥയിലുണ്ടായ എന്തെങ്കിലും ഒരു പൈശാചിക പ്രയാസം കൊണ്ടായിരിക്കും കുഞ്ഞിന് പ്രയാസമെന്ന് പറയപ്പെടുന്നു. എന്ത് തന്നെയാണെങ്കിലും നിന്റെ ഖദർ ഖളാഇൽ അതിനൊരു തീരുമാനം വേണം തമ്പുരാനെ. ആ കുഞ്ഞിനെ നീ ആ പ്രയാസത്തിൽ നിന്നും മോചിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, 19 വയസ്സുള്ള ഒരു പൊന്നുമോള് പൈശാചിക പ്രയാസം കൊണ്ട്, കടുപ്പമേറിയ സിഹർ പോലെയുള്ള ആപത്ത് കൊണ്ട് ജീവിതത്തെ റബ്ബേ സങ്കട കയത്തിലൂടെ കൊണ്ടുപോവാ. കുടുംബം വിഷമത്തിലാ, വിവാഹപ്രായം എത്തിയിരിക്കുകയാ. അല്ലാഹുവേ ആ പൊന്നുമോൾക്കും നീ ശിഫാ നൽകണേ തമ്പുരാനെ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ സർപ്പശല്യം കൊണ്ടും സിഹർ കൊണ്ടും പ്രയാസപ്പെടുന്നു. പ്രത്യേകം ദുആ ചെയ്യാൻ ശിഫാ നൽകണേ അല്ലാ. എത്ര വലിയ സിഹറും കണ്ണേറും നീ ബാത്തിലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.